ചകഞ്ഞു മാറ്റിയേ വേണ്ടൂ. നിഷേധിച്ച് നിഷേധിച്ച് നിഷേധശേഷോ ജയതാത് അശേഷ. ഭാഗവതത്തിലെ ഗജേന്ദ്രമോക്ഷം നിഷേധിച്ച് നിഷേധിച്ച് എന്ത് അവശേഷിക്കുന്നുവോ അതിനെ തൊട്ടറിഞ്ഞാൽ അത് അശേഷമായ പൊരുളാണെന്നാണ്. എന്നുവെച്ചാൽ അതിനെ തൊട്ടുകഴിഞ്ഞാൽ സർവാത്മത്വ മഹാവിഭൂതി സഹിതം സ്യാദ് ഈശ്വരത്വം സ്വതസിദ്ധേത് പുനരഷ്ടധാ പരിണതം ച ഐശ്വര്യം അവ്യാഹതം. അതിനെ തൊട്ടുകഴിഞ്ഞാൽ സർവാത്മഭാവം വന്നു. ഞാൻ എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ സകലത്തിനെയും അറിഞ്ഞു. ഏകവിജ്ഞാനേന സർവവിജ്ഞാനം. എന്റെ സ്വരൂപത്തിനെ അറിയുക എന്ന് വെച്ചാലോ, ഇപ്പോ നമ്മൾ ഒരു വസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞ് മറന്നുപോകും. ഓർക്കലും മറക്കലും ബുദ്ധിയുടെ മണ്ഡലത്തിലാണ്. ദയവേത് നിങ്ങളൊരു കാര്യം ഓർത്തോളണം, നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ കേട്ടാ മതി, നിങ്ങൾ കേൾക്കുക മാത്രം ചെയ്താൽ മതി. കേൾക്കുക മാത്രം ചെയ്താൽ മതി. ഇത് കടക്കേണ്ട അടുത്തേക്ക് ഉള്ളിലേക്ക് കടന്നോളൂ. ഓർക്കുക, മനസ്സിലാക്കുക ഒക്കെ തന്നെ മനസ്സാണ് ചെയ്യുന്നത്. ഈ മനസ്സ് സത്യത്തിനെ അറിയാൻ പര്യാപ്തമല്ല. സ്വയം സത്യം തന്നെ സത്യത്തിനെ അറിഞ്ഞുകൊള്ളും. ഭാഗവത സമ്പ്രദായം അങ്ങനെയാണ്. ഭഗവാൻ ഉപദേശിച്ചു, ഭഗവാൻ കേട്ടു എന്നാണ് നമ്മൾ പറയാം.